وبركاته. الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم علمنا ما ينفعنا فانفعنا بما علمتنا ورب زدنا علما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم. أيها الإخوة أوصيكم وإياي بتقوى الله. ആദരണീയരായ സഹോദരങ്ങളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് തഖ്വയുള്ളവരായി മുത്തക്കികളായി ജീവിക്കണമെന്ന് എന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ തഖ്വ കാത്ത് സൂക്ഷിച്ച് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മെ കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആയുസ് ഒരു റമദാനിലൂടെ കടന്നു പോകാനുള്ള ഒരവസരം കൂടി നമുക്ക് ലഭിച്ചിരിക്കും. ഇന്ന് 20 നോമ്പ്. അങ്ങനെ സലാഹി പറഞ്ഞതുപോലെ അവസാന 10ലേക്കുള്ള കവാടം. ദുആക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളെന്ന് പഠിപ്പിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സമയം അള്ളാഹുവിൻ്റെ പള്ളിയിൽ മഹാന്മാരായ മലക്കുകളുടെ സാന്നിധ്യവും സാമീപ്യവും മജ്‌ലിസിൻ്റെ ഇൽമ് എന്ന് പറയുന്നത് അതാണ്. എല്ലാം കൂടെ ഒത്തിണങ്ങിയ മഹാഭാഗ്യവാന്മാർ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഭൂമിയിലയച്ച് തിരിച്ച് മനുഷ്യന് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴികളായി പഠിപ്പിക്കപ്പെട്ട ഹിദായത്തിൻ്റെ പൂർത്തീകരണമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം. അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പൂർത്തീകരിച്ച് തന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലൂടെ വ്യക്തമാക്കി തന്ന അവൻ്റെ ദീനിനെ അതേപോലെ നമുക്ക് എത്തിച്ചു തരുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിച്ച ഒരു മുൻകഴിഞ്ഞു പോയ ജനവിഭാഗത്തെയാണ് നമ്മൾ ഇമാമുകൾ എന്ന് പറയുന്നത്. അതിലൊന്നാമത്തെ ഇമാം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് സ്വഹാബത്ത് അത് ഏറ്റെടുത്തിട്ടുണ്ട്. സ്വഹാബത്തിൽ നിന്ന് താബിഉകൾ അത് ഏറ്റെടുത്തു. വീണ്ടും താബിഉകളിൽ നിന്ന് തബഉ താബിഉകളിലേക്ക് വന്നപ്പോൾ പിന്നീട് അതുപോലെ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു സമൂഹമല്ല മുന്നോട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ റബ്ബിൻ്റെ പ്രത്യേകമായ ഖദാഇൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ അവിടെ ഇൽമുകൾ കിതാബുകളിലേക്ക് മാറുക, ഇൽമുകൾ രേഖപ്പെടുത്തി വെക്കുക. അതുവരെ പല അറിവുകളും കേട്ട് കണ്ട് അറിഞ്ഞ് പകർത്തി മുന്നോട്ട് പോയപ്പോൾ തബഉ താബികളുടെ കാലം വന്നപ്പോൾ, ഹിജ്റയുടെ 3-ാം നൂറ്റാണ്ടിലേക്ക് കടക്കുന്ന ഒരു കാലത്ത് വന്നപ്പോൾ, അല്ലെങ്കിൽ 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ പകുതി കഴിഞ്ഞിരുന്ന സമയങ്ങളിലൊക്കെ കിതാബുകളിലേക്ക് ഇൽമുകൾ രേഖപ്പെടുത്തപ്പെടുക. പരിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണങ്ങളായ തഫ്സീറുകൾ ഇറങ്ങുന്നു, ഹദീസുകളുടെ ക്രോഡീകരണ ഗ്രന്ഥങ്ങൾ ഇറങ്ങുന്നു, ഹദീസുകൾക്ക് ഷറഹുകൾ ഇറങ്ങുന്നു, ഫിഖ്ഹിന്, അഖീദക്ക്, അഖ്ലാഖിനൊക്കെ പ്രത്യേകമായ കിതാബുകൾ ഇറങ്ങുന്നു. താരീഖ് റസൂലുള്ള, അതുപോലെ താരീഖ് സഹാബത്തൊക്കെ ഗ്രന്ഥങ്ങളിലൂടെ ലോകത്ത് നിലനിൽക്കുന്ന ഒരവസ്ഥ.
ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത ചില ആളുകളുണ്ട്. അവർ സാധാരണക്കാരല്ല, നമ്മളെപ്പോലെ ജീവിച്ച ആളുകളാണ്. നമ്മളെപ്പോലെ ഭക്ഷണം കഴിച്ച ആളുകളാണ്, കുടുംബത്തിനോട് അധ്വാനിച്ച ആളുകളാണ്. പക്ഷേ അവർ സാധാരണക്കാരായിരുന്നില്ല, അവരൊരുപാട് കഷ്ടപ്പെട്ടവരായിരുന്നു. ഒരറിവിന് വേണ്ടി ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നടന്നും വാഹനപ്പുറത്തും വിശന്നും ദാഹിച്ചും യാത്ര ചെയ്ത് ജീവൻ അർപ്പിച്ചവരായിരുന്നു അവർ. അവരോടുള്ള ബഹുമാനമില്ലാതെ, അവരെ ആദരിക്കാതെ, അവരെ അറിയാതെ, അവരെ മനസ്സിലാക്കാതെ, അവരിലൂടെയല്ലാതെ അള്ളാഹുവിൻ്റെ ദീന് കൃത്യമായി പഠിക്കാൻ നമുക്ക് കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെക്കുറിച്ച് പറഞ്ഞത് അൽ ഉലമാ വറസത്തുൽ അംബിയ, പണ്ഡിതന്മാർ അമ്പിയാക്കളുടെ അനന്തരമെടുത്തവരാണ്, അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. അമ്പിയാക്കൾ ഒരിക്കലും ദീനാറോ ദിർഹമോ അല്ല ഇവിടെ വിട്ടുവെച്ചു പോയത്, മറിച്ച് ഇൽമാണ് വിട്ടുവെച്ചു പോയത്. ആ ഇൽമിനെ ഏറ്റെടുത്തവരവർ. അപ്പം അവരെ ആദരിക്കണം, അവരുടെ പേര് നമ്മൾ അറിയണം, അവരുടെ സാമീപ്യം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം, അവരുടെ ഗ്രന്ഥങ്ങൾ വായിക്കാൻ നമുക്ക് കഴിയണം, അവരെക്കുറിച്ച് പഠിക്കണം, അവർ പഠിപ്പിച്ചത് പഠിക്കണം. ഈ ഒരു സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടെ വേണം എന്നാണ് മഹാന്മാരായ ആ ഇമാമുകൾ നമ്മൾ പഠിപ്പിച്ചത്. ദീന് നസീഹത്താണെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീൻ അള്ളാഹുവിനോടും പ്രവാചകനോടുമുള്ള നസീഹത്താണെന്ന് പറഞ്ഞ കൂട്ടത്തിൽ പൊതുജനങ്ങളോടുള്ളതാണെന്ന് പറയുന്നതിന് മുമ്പ് ഈ സമൂഹത്തിലെ അഇമ്മത്തിനോടുള്ളതാണ് ദീനിൻ്റെ നസീഹത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ നമ്മൾ അങ്ങനെയാണ് കാണേണ്ടത്. അവരുടെ നന്മകളെ പരിപൂർണമായി സ്വീകരിക്കാൻ, അവർ പറഞ്ഞത് എന്താണെന്ന് കൃത്യമായി അറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അവരെക്കുറിച്ച് പഠിച്ച പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഇമാമുകളെന്ന് പറയാറുള്ളത് മദ്ഹബിൻ്റെ ഇമാമുകളെയാണ്. അത് 4 മദ്ഹബല്ല ഉള്ളത്, കുറേയധികം മദ്ഹബുകളുണ്ട്. കുറേയധികം പണ്ഡിതന്മാർ അവരവരുടെ അഭിപ്രായങ്ങൾ കേവലം അവരുടെ ചിന്തകളിൽ ഉദിച്ച അഭിപ്രായങ്ങളല്ല, മറിച്ച് അവർ പഠിച്ച തെളിവുകൾക്ക് അടിസ്ഥാനത്തിൽ അവർ രേഖപ്പെടുത്തി വെച്ച അവരുടെ റഅ്യുകൾ അത് കിതാബായി വന്നപ്പോൾ, അല്ലെങ്കിൽ അവർ പഠിപ്പിച്ച മുതഅല്ലിമുകൾ കിതാബാക്കി മാറ്റിയപ്പോൾ, അതൊരു മദ്ഹബായി, ഒരു അഭിപ്രായ ക്രോഡീകരണമായി മാറിയപ്പോൾ അതിനെ പിൻപറ്റാൻ ചില ആളുകൾ വന്നു. ആ മദ്ഹബിനെ പിൻപറ്റുന്നിടത്ത് ചില മര്യാദകൾ പാലിക്കണം എന്ന് ആ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അവസാന കാലമായപ്പോൾ ആ മദ്ഹബുകളിൽ ചില പണ്ഡിതന്മാരിൽ 4 പേരെ പിൻപറ്റുന്ന, അല്ലെങ്കിൽ 4 പേരുടെ അഭിപ്രായങ്ങൾ പിൻപറ്റുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയും ആ 4 മദ്ഹബുകളായി, 4 മദാഹിബുൽ അർബ എന്ന പേരിൽ 4 പ്രധാന അഭിപ്രായ ക്രോഡീകരണങ്ങളായി, പ്രധാന വിഭാഗങ്ങളായി പോകുന്ന രൂപത്തിലേക്ക് ഈ സമൂഹം മാറുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. മഹാന്മാരായ ആ 4 മദ്ഹബിൻ്റെ ഇമാമുകൾ അവർ വളരെ കൃത്യമായി നമ്മളോട് ചില കാര്യങ്ങൾ ഉപദേശിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ കേട്ട് പരിചയമുള്ള ചില വാക്കുകളാണ്, 4 മദ്ഹബിനെ പിൻപറ്റിയില്ലെങ്കിൽ ദീനുണ്ടാവില്ല. എന്നാൽ ആ 4 മദ്ഹബിൻ്റെ ഇമാമുകൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നമ്മളൊന്ന് അറിയാൻ ശ്രമിക്കുമ്പോൾ അതിലൊന്നാമത്തെ ഇമാം, മദ്ഹബിൻ്റെ ഇമാം എന്ന് പറയുന്നത് മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാഹ്. നുഅ്മാൻ ഇബ്നു സാബിത്ത് റഹ്മഹുല്ലാഹ്, അദ്ദേഹം കൂഫയിൽ ജീവിച്ച മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് കിതാബുകൾ എഴുതി വെച്ചത്. അദ്ദേഹത്തിൽ നിന്ന് കിതാബുകൾ രേഖപ്പെടുത്തിയ അബൂ യൂസുഫ് റഹ്മഹുല്ലാഹ് അദ്ദേഹത്തോട് ഇമാം അബൂ ഹനീഫ പറയുന്നൊരു വാക്കുണ്ട്, ലാ തക്തുബ് കുല്ലമാ തസ്മഉ മിന്നി, എന്നിൽ നിന്ന് കേൾക്കുന്നത് മുഴുവൻ നീ എഴുതി വെക്കരുത്. ഫഇന്നി ഖദ് അറ റഅയ അൽയൗമ
വഅത്റുകുഹു ഗദാ. ഞാൻ ഇന്ന് കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ എൻ്റെ അഭിപ്രായമായി പറയും, നാളെ അത് ഞാൻ ഉപേക്ഷിക്കും. വഅററഗയ ഗദൻ വഅത്റുകുഹു ബഅദ ഗദ. ഞാൻ നാളെ എൻ്റെ അഭിപ്രായങ്ങളായി സ്വീകരിക്കുന്ന കാര്യം നാളെ കഴിഞ്ഞാൽ ഞാനത് ഉപേക്ഷിക്കും. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? മഹാനായ അബൂ ഹനീഫ റഹ്മഹുല്ല തുടർന്ന് പറയാം, ലാ യഹില്ലു ലിമൻ യുഫ്തി മിൻ കുതുബി അൻ യുഫ്തി ഹത്താ യഅലമ മിൻ ഐന ഖുൽതു. ഞാൻ എവിടെ നിന്ന് നോക്കി പറഞ്ഞു എന്ന് തിരിച്ചറിയുന്നതിൻ്റെ മുമ്പ് എൻ്റെ കിതാബിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ വാക്കുകളിൽ നിന്ന് ആരെങ്കിലും ഫത്വ കൊടുക്കുന്നത് അത് ഹലാലാകുകയില്ല. അബൂ ഹനീഫ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹിൻ്റെ ദീനിലൊരു ഹുക്മ്, ഒരു വിധി ഒരാൾ പറഞ്ഞാൽ അത് ഹലാലാകുകയില്ല, അത് ഞാൻ ഏറ്റെടുക്കുകയില്ല എന്ന് മഹാനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി പറയാം. മറിച്ച് എന്ത് ചെയ്യണം? എനിക്കത് എവിടെ നിന്ന് കിട്ടിയതാണ് എന്ന് നിങ്ങളറിയണം. നിങ്ങൾക്ക് എന്തു പറയാം? ഹാദാ റഅ്യു നുഅ്മാൻ ഇബ്നു സാബിത്ത്, ഇത് നുഅ്മാൻ ഇബ്നു സാബിത്തിൻ്റെ അഭിപ്രായമാണ് എന്ന് പറയാം. എന്നിട്ട് അതിൽ ഏതാണോ ദലീലുമായി അസറുമായി യോജിക്കുന്നത് ആ അസറുമായി യോജിക്കുന്നതിനെ സ്വീകരിക്കാം. രണ്ടാമത്തെ ഇമാം എന്ന് പറയപ്പെടുന്നത് മഹാനായ ഇമാം നവവി, ഇമാം മാലിക് റഹ്മഹുല്ലയാണ്. ഇമാം അൽ ഹിജ്റ എന്നാണ് അദ്ദേഹത്തിന് മറ്റൊരു പേര്. മാലിക് ഇബ്നു അനസ് റഹ്മഹുല്ല, അദ്ദേഹം മദീന പള്ളിയിൽ ദീർഘകാലം ദർസ് നടത്തിയ മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെതാണ് ഹദീസിൻ്റെ കിതാബുകളിൽ സഹീഹായ ഹദീസുകൾ ക്രോഡീകരിച്ച് ഗ്രന്ഥരൂപത്തിൽ വന്ന ആദ്യത്തെ ഗ്രന്ഥം അൽ മുവത്ത. സഹീഹായ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച് വന്ന ആദ്യത്തെ ഗ്രന്ഥം അൽ മുവത്ത, അത് മഹാനായ ഇമാം മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹിയാണ്. അദ്ദേഹം ദർസ് നടത്തുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗദയിൽ നിന്ന്. അദ്ദേഹം വളരെ കൃത്യമായി നമ്മളോട് പറയാം, ലൈസ മിൻ അഹദിൻ ഇല്ലാ വയുഖദു മിൻ ഖൗലിൻ വയുത്രകു ഇല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളിൽ നിന്നും ഒരു വാക്കും തള്ളപ്പെടേണ്ടതല്ലാത്തതില്ല. ആരിൽ നിന്നുള്ളതല്ലാതെ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നുള്ള വാക്കുകളല്ലാതെ. ഇന്നമാ അന ബശറുൻ അഖ്തഉ വഉസീബ് ഫൻദുറു ഫീ റഅയി ഫകുല്ലു മാ വാഫഖൽ കിതാബ് വസ്സുന്ന ഫഖുദൂഹു വമാ ലം യുവാഫിഖിൽ കിതാബ് വസ്സുന്ന ഫത്റുകൂഹു. നിങ്ങൾ എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ വാക്കുകളും കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യണം. ഏതൊന്ന് അള്ളാഹുവിൻ്റെ കിതാബിനോടും സുന്നത്തിനോടും യോജിക്കുന്നുവോ അത് നിങ്ങൾക്ക് സ്വീകരിക്കാം, അല്ലാത്തത് നിങ്ങൾ ഉപേക്ഷിക്കണം. ഇമാം മാലിക് റഹ്മഹുല്ല കൃത്യമായിട്ട് പറഞ്ഞ് പഠിപ്പിക്കാനുള്ള. ഇമാം മാലിക് പറഞ്ഞു എന്ന് പറഞ്ഞൊരു കാര്യമല്ല സ്വീകരിക്കേണ്ടത്, മറിച്ച് ഇമാം മാലിക്കിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് നോക്കാം. അത് അള്ളാഹുവിൻ്റെ കിതാബിനോടും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോടും യോജിച്ച് വരുന്നതുണ്ടോ അത് നിങ്ങൾക്ക് സ്വീകരിക്കാം, അല്ലാത്ത നിങ്ങളെ ഉപേക്ഷിക്കണം. അദ്ദേഹത്തെക്കുറിച്ച് ഇമാം അബി ഹാത്തിം റഹ്മഹുല്ല പറയാം, حدثنا عبد الرحمن أخبرنا أحمد بن عبد الرحمن بن أبي أخي ابن وهب قال سمعت أمي يقول سمعت مالكا يسأل عن تخليل أصابع الرجلين في الوضوء. അബ്ദുറഹ്മാൻ ഞങ്ങളോട് പറയാം, ഞാൻ അബ്ദുറഹ്മാൻ അഹമ്മദ് ബിൻ അബ്ദുറഹ്മാനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാം. അദ്ദേഹം പറയുന്നത്, ഞാൻ എൻ്റെ അമ്മിൽ നിന്ന് അഥവാ മാലിക് റഹ്മഹുല്ലയിൽ നിന്ന്
കേട്ടു, ഞാൻ എൻ്റെ അമ്മിൽ നിന്ന് കേട്ടു. സമയത്തു എന്താ കേൾക്കുന്നത്? മാലിക് പറയുന്നതായിട്ട് യുസ്അലു അൻ തഖ്ലീൽ അസാബി റജുലൈൻ രിജ്ലൈനി ഫിൽ വുളൂ, കാലിൻ്റെ വിരലുകൾക്കിടയിൽ വുളൂ എടുക്കുമ്പോൾ വിരലിട്ട് കഴുകുന്നത്, അതിനെക്കുറിച്ചുള്ളൊരു മസ്അല ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ലൈസ ദാലിക അലന്നാസ്, അങ്ങനെ ഒന്നും ആവശ്യമില്ല. അത് പറഞ്ഞു മാലിക് റഹ്മഹുല്ല പറഞ്ഞു എന്നോട് പറഞ്ഞു. ഞാനത് വിട്ടു. ഏത് വരെ? ഫതറക്തുഹു ഹത്താ ഖഫന്നാസ്. ഇബ്നു അബീ ഹാത്തിം റഹ്മഹുല്ല പറയാം, ഞാൻ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്നത് വരെ അത് വിട്ടു. എന്നിട്ട് ഫഖുൽതു യാ അബാ അബ്ദുള്ള, ഞാൻ അബാ അബ്ദുള്ളയോട് ചോദിച്ചു, മാലിക് റഹ്മത്തുള്ളയോട് ചോദിച്ചു, സമയത്തു തുഫ്തി ഫി മസ്അലത്തിൻ ഫി തഖ്ലീൽ അസാബി റിജ്ലൈൻ, നിങ്ങൾ ഈ വിരലുകൾക്കിടയിൽ കാലിൻ്റെ വിരലുകൾക്കിടയിൽ കൈയിട്ട് വെള്ളം എത്തിക്കുന്ന ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഫത്വ കൊടുത്തതായിട്ട് അറിഞ്ഞു. ദാംതു അന്ന ലൈസ ദാലിക ദാംത അൻ ലൈസ ദാലിക ലന്നസ, ജനങ്ങൾക്കത് ആവശ്യമില്ല എന്ന് നിങ്ങൾ പറഞ്ഞതായിട്ട് പറഞ്ഞു. വഇന്ദന ഫി ദാലിക സുന്ന, നമ്മുടെ അടുക്കൽ അത് സുന്നത്താണ്, അഥവാ ഹദീസിൽ ആ വിഷയം ഉണ്ട് എന്ന് ഞാൻ മാലിക് റഹ്മത്തുള്ളയോട് പറഞ്ഞു. അപ്പോൾ മാലിക് റഹ്മത്തുള്ള പറഞ്ഞ വാക്കെന്താ? അതെവിടുന്നാണ് കിട്ടിയത്? അദ്ദേഹം റിപ്പോർട്ട് ചെയ്യാണ്, ലൈസ് ബിനു സഅദ് ബിനു ലഹിയ, അദ്ദേഹം അംർ ബിൻ അൽ ഹാരിസിൽ നിന്ന്, യസീദ് ബിൻ അംറിൽ നിന്ന്, അബി അബ്ദുൽ റഹ്മാൻ അൽ ഉഖ്ബലിയിൽ നിന്ന്, അങ്ങനെ അൽ മുസ്തൗരിദ് ബിൻ ഷദ്ദാദ് അൽ ഖുറശി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൽ നിന്ന് പറയാം. അദ്ദേഹം പറയുന്നു, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യദ്ലുകു ബിഹിൻതരിഹി മാ ബൈന അസാബി റിജ്ലൈൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ വിരലുകൾക്കിടയിൽ ചെറുവിരലിട്ട് ഇളക്കി വെള്ളം ചേർക്കാറുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്. ഫഖാല ഇന്ന ഹാദാ ഹദീസുൻ ഹസൻ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ഹസനായ ഹദീസാണ്. വമാ സമയത്തു ബിഹി ഖത്തുൻ ഇല്ലസാ, ഈ സമയം വരെ ഞാൻ ഈ ഹദീസ് കേട്ടിരുന്നില്ല. സുമ്മ സമയത്തുഹു യുസ്അലു ബഅദ ദാലിക ഫഅമറ ബിതഖ്ലീൽ അസാബി, പിന്നീട് അദ്ദേഹത്തിൻ്റെ പഴയ അഭിപ്രായമൊക്കെ മാറ്റി വിരലുകൾക്കിടയിൽ വെള്ളം ചേർന്ന് കാലിൻ്റെ വിരലുകൾക്കിടയിൽ വിരലിട്ട് വെള്ളമൊക്കെ എത്തിക്കണം എന്ന് ആളുകളോട് കൽപ്പിക്കാൻ തുടങ്ങി. ഹദീസ് കിട്ടിയപ്പോൾ ഇമാം മാലിക് റഹ്മഹുല്ല അദ്ദേഹം അതുവരെ പറഞ്ഞ അഭിപ്രായങ്ങളെ തിരുത്തി ഹദീസിലേക്ക്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിലേക്ക് തിരിച്ചുപോയി എന്ന് ഇബ്നു അബീ ഹാത്തിം റഹ്മഹുല്ല നമ്മളെ പഠിപ്പിച്ചു. എന്തിനാണ് അത് പഠിപ്പിച്ചത്? നമ്മൾ മാലിക് ഇമാമിനെ പിൻപറ്റേണ്ടത് അദ്ദേഹം സ്വീകരിച്ച രീതിയെ കണ്ടറിഞ്ഞ് പഠിച്ചറിഞ്ഞ് പിൻപറ്റണം. അദ്ദേഹം സുന്നത്ത് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് ആ സുന്നത്ത് സ്വീകരിക്കുന്നിടത്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ തടസ്സമായിരുന്നില്ല. ഇനി അടുത്തൊരു ഇമാമ്, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള മഹാനായ ഇമാം ഷാഫി റഹ്മഹുല്ല. ഇമാം ഷാഫി റഹ്മഹുല്ല പറയാം, കുല്ലു മാ ഖുൽതു ഫകാന അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിലാഫു ഖൗലി മിമ്മാ യസിഹു ഫഹദീസു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഔലാ വലാ തുഖല്ലിദുനി. ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഹദീസുകൾ വന്നു, ഏതെങ്കിലും ഒന്ന് എൻ്റെ കൗലിന് വിരുദ്ധമായാണ് റസൂലുള്ളാഹിൻ്റെ ഹദീസിൽ വന്നതെങ്കിൽ അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്, എന്നെ നിങ്ങൾ പിൻപറ്റരുത്, എന്നെ നിങ്ങൾ തഖ്ലീദ് ചെയ്യരുത്, അന്ധമായി ഇമാമ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പണിയെടുക്കരുത്, നിങ്ങൾ വിധി സ്വീകരിക്കരുത്. ഇദാ വജത്തും ഫീ കിതാബി ഖിലാഫു സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖൂലു ബിസുന്നത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദഉ മാ ഖുൽതു. എൻ്റെ ഏതെങ്കിലും ഒരു കിതാബിൽ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതിനെതിരായി നിങ്ങൾ കണ്ടാൽ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അതെടുക്കുകയും റസൂലുള്ളാഹിൻ്റെ ഖൗല് ഏറ്റു പറയുകയും ചെയ്യണം, എൻ്റെ വാക്കുകളെ നിങ്ങൾ വിട്ടേക്കണം, നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് മഹാനായ ഇമാം ഷാഫി റഹ്മഹുല്ല പറയാം. റബീ റഹ്മഹുല്ല പറയാം, സമയത്തു ഷാഫി, ഞാൻ ഷാഫി പറയുന്നത് കേട്ടു,
വദക്കറ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ പറയപ്പെട്ടു. ഫഖാല ലഹു റജുലുൻ തഅഖുദു ബിഹി യാ അബാ അബ്ദുല്ലാഹ്. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, അബൂ അബ്ദുല്ലാ, നിങ്ങൾ ഇത് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഷാഫി ഇമാം പറയുന്നൊരു മറുപടി ഉണ്ട്, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അർവി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഅൻ ലാ അഖ്ദുഹു. ഞാൻ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നൊരു കാര്യത്തിനെതിരെ അഭിപ്രായം പറയുകയോ ഞാനത് സ്വീകരിക്കാതിരിക്കുകയോ അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. മതാ അറഫ്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസൻ വലം ആഖുദ് ബിഹി ഫഅന ഉഷ്ഹിദുകും അന്ന അഖ്ലി ഖദ് ദഹബ്. നിങ്ങളെപ്പോഴെങ്കിലും അറിയുകയാണെങ്കിൽ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഞാൻ അറിഞ്ഞിട്ട് ഞാനത് സ്വീകരിച്ചിട്ടില്ല എന്ന് നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കുകയാണെങ്കിൽ അന്ന് എനിക്ക് ബുദ്ധി നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം ഞാൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെതിരാകില്ല. എൻ്റെ വാക്കിനെതിരായി ഏതെങ്കിലും ഹദീസ് സഹിയായി വന്നാൽ അതാണ് ഞാൻ സ്വീകരിക്കുക എന്ന് ഇമാം ഷാഫി റഹ്മഹുല്ല നമ്മളോട് പഠിപ്പിക്കാം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ നാലാമത്തെ മദ്ഹബായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ രേഖപ്പെടുത്തി വെക്കുക, കാന യക്റഹു വലഉൽ കിതാബ് അല്ലതി തക്തമിലു അല തഫ്രീ വറഇ വയുഹിബ്ബു തംസിക് ബിൽ അസർ. അദ്ദേഹത്തിൻ്റെ കിതാബ് വെച്ച് ആരെങ്കിലും എന്തെങ്കിലും കാര്യം പറയുന്നതിനെ അദ്ദേഹം ഒരിക്കലും അംഗീകരിച്ചില്ല. മറിച്ച് അസറിനെ പിടിക്കാനാണ് അദ്ദേഹം, അഥവാ ഹദീസുകളെ, ഖുർആനിനെ അഥവാ പ്രമാണത്തെ മുറുകെ പിടിക്കാനാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത്. അല്ലാത്തതിനെ അദ്ദേഹം വെറുത്തു. കാന റഹിമഹുല്ല ഷദീദൽ ഖറാഹത്തി ലിതസ്നീഫിൽ കുതുബ്. ഗ്രന്ഥങ്ങളെ, മുസന്നിഫുകളെ സ്വീകരിക്കുന്നതിനെ അദ്ദേഹം വെറുത്തു. കാന യുഹിബ്ബു തജ്രീദുൽ ഹദീസ്. അദ്ദേഹം ഹദീസുകളെ തജ്രീദ് ചെയ്യാനാണ് ഇഷ്ടപ്പെട്ടത്. വയഖ്റഹു അൻ യക്തുബ കലാമഹു വയസ്തദ്ദു അലൈഹി ജിദ്ദൻ ഫഅലിമ അല്ലാഹു ഹുസ്ന നിയ്യതിഹി വഖസ്ദിഹി. അദ്ദേഹം എഴുതി വെക്കുന്ന കാര്യങ്ങളിലെ ആരെങ്കിലും സ്വീകരിക്കുന്നതിനെ വെറുക്കുക. അദ്ദേഹത്തിൻ്റെ നീയത്തിന് അത് അള്ളാഹുവിനറിയാം, അദ്ദേഹത്തിൻ്റെ നീയത്തിൻ്റെ നന്മ. എന്നിട്ടും فكتب من كلامه وفتواه أكثر من 30 صفرا ومن الله سبحانه علينا بأكثرهم فلم يفتنا منه إلا القليل. അദ്ദേഹം 330-ലധികം പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫത്വകളായി വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ കുറച്ചേ നമ്മൾ ഉദ്ധരിക്കുന്നുള്ളൂ എന്ന് അദ്ദേഹം പറയാം. എന്തിനാത്? അത് ഹദീസുമായി യോജിച്ച് വരുന്നത് മാത്രമേ സ്വീകരിക്കാവൂ. അദ്ദേഹത്തിൻ്റെ കിതാബുകളെ നിങ്ങൾ സ്വീകരിക്കരുത്, അസറുകളെ മാത്രമേ സ്വീകരിക്കാവൂ എന്ന് മദ്ഹബിൻ്റെ ഇമാമുകൾ പഠിപ്പിക്കുന്നത് അവരുടെ ശിഷ്യന്മാർ ഏറ്റെടുത്തപ്പോൾ അവരങ്ങനെയാണ് സ്വീകരിച്ചത്. സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, എന്താ ഈ ഇമാമുകൾ എന്നുള്ളൊരു ബന്ധം. ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ല കൂഫയിലാണ്. എന്നാൽ ഇമാം മാലിക് റഹ്മഹുല്ല ഇമാമുൽ ഹിജ്റയാണ്. മസ്ജിദുൻ നബവിയിൽ ദർസ് നടത്തി അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച അദ്ദേഹത്തിൻ്റെ മുതഅല്ലിമാണ് ഇമാം ഷാഫി റഹ്മഹുല്ല. ഇമാം ഷാഫി റഹ്മഹുല്ലയുടെ ശിഷ്യനാണ് മക്കയിൽ ജീവിച്ച ഉമ്മുൽ ഖുറയിൽ ദീന് നിലനിർത്താൻ അധ്വാനിച്ച മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ. എങ്ങനെ ഈ ഉസ്താദുമാർ ശിഷ്യന്മാരും വ്യത്യസ്ത അഭിപ്രായക്കാരായി, അവരങ്ങനെ വ്യത്യസ്ത മദ്ഹബുകളായി. അവരെങ്ങാനും തഖ്ലീദ് ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരായിരുന്നെങ്കിൽ ഒരിക്കലും വ്യത്യസ്തമായ മദ്ഹബുകൾ ഇവിടെ ഉണ്ടാവുമായിരുന്നില്ല. മറിച്ച് ഓരോരുത്തരുടെയും അന്വേഷണത്തിൽ അവർ കണ്ടെത്തിയ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ, ഖുർആനിൻ്റെ തഫ്സീറിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവർ പറയുകയും ഒപ്പം ഞങ്ങൾക്ക് മനസ്സിലാകാത്തതെന്തെങ്കിലും
ഹദീസുകളിൽ കണ്ടെങ്കിൽ അത് സ്വീകരിക്കണമെന്ന് വസിയത്ത് പറഞ്ഞ് പോവുകയും ചെയ്ത ആ മഹാപണ്ഡിതന്മാർ, അവരറിയാൻ, അവരുടെ കൗലുകളെ പഠിക്കാൻ, കൃത്യമായി അള്ളാഹുവിൻ്റെ കിതാബും സുന്നത്തും അറിയാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ നമുക്ക് അള്ളാഹുവിൻ്റെ ദീന് പരിപൂർണമായ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അതാണ് അള്ളാഹ് പറഞ്ഞത്, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖൈറത മിൻ അംരിഹിം. അള്ളാഹുവും അവൻ്റെ പ്രവാചകനും ഒരു കാര്യത്തിൽ വിധി കൽപ്പിച്ചു കഴിഞ്ഞാൽ സ്വന്തം അഭിപ്രായം സ്വീകരിക്കുക എന്നത് ഒരു മുഅ്മിനിനോ ഒരു മുഅ്മിനത്തിനോ പാടില്ലാത്തതാ. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ താക്കീദിന് നമ്മൾ അറിയണം. ഫലാ വറബ്ബിക് ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫിമാ ഷജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. റബ്ബ്, താങ്കളുടെ റബ്ബ് തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂൻ, അവർ വിശ്വാസികളാകുകയില്ല. ഹത്താ യുഹക്കിമൂക്, അവർ താങ്കളെ വിധികർത്താവായി സ്വീകരിക്കുന്നത് വരെ. ഫീമാ ഷജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ. സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജാ, പിന്നെ മനസ്സിൽ ഒരു പ്രയാസവും തോന്നാൻ പാടില്ല. എൻ്റെ ഇമാമ് പറഞ്ഞതിനെതിരെ അള്ളാഹിൻ്റെ ഖുർആനിൽ റസൂലുള്ളാഹിൻ്റെ കിതാബിൽ വന്നിട്ടുണ്ടല്ലോ എന്നറിയുമ്പോൾ അത് സ്വീകരിക്കുന്ന, അള്ളാഹിൻ്റെ റസൂലിൻ്റെ അഭിപ്രായം സ്വീകരിക്കുന്നതിന് മനസ്സിലെന്തെങ്കിലും ഒരു ക്ലേശം വരുന്ന ആളുകൾ അവർ മുഅ്മിനാകില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റബ്ബിനെ പിടിച്ച് അള്ളാഹ് സത്യം ചെയ്തു പറയാം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹിൻ്റെ റസൂലിൽ നിന്നൊരു കാര്യം കൃത്യമായി വന്നാൽ അതാണ് സ്വീകരിക്കേണ്ടത്. അസ്റിൻ്റെ അടിസ്ഥാനത്തിൽ, ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ, കിതാബിൻ്റെ അടിസ്ഥാനത്തിൽ, കൃത്യമായ ദലീലുകളുടെ അടിസ്ഥാനത്തിൽ വരുന്ന കാര്യങ്ങളാണ് ദീന് എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവതരിപ്പിച്ച വേദഗ്രന്ഥത്തെ വിശ്വസിച്ച് അതിനെ ഇത്തിബാഅ് ചെയ്ത് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ, മുത്തബിഉസ്സുന്നകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. അല്ലാഹു